നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അല്ല, മാഡത്തിന്റെ ഫാമിലി ഒക്കെ? പാർവതിയോട് ഞാൻ ചോദിച്ചു. മാഡത്തിന്റെ ഫാമിലിയെ കുറിച്ച് അവൾക്കൊന്നും അറിയില്ല. അവളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളെ കുറെ ആയില്ലേ. മാഡത്തിനെ കാണാൻ വീട്ടുകാരും വരാറില്ലെന്നാ പാർവതി പറഞ്ഞു. മാഡത്തിന് ഫാമിലി ഇല്ലാത്തതുകൊണ്ടായിരിക്കും ആരും വരാത്തെന്നാ പാർവതി പറയുന്ന. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്റെ കയ്യില് മരുന്ന് പുരട്ടി തരുമ്പോ മാഡത്തിന്റെ കണ്ണില് വല്ലാത്തൊരു സ്നേഹം ഞാൻ കണ്ടു. ആരുമില്ലാത്ത ആൾക്ക്, ബന്ധങ്ങളെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾക്ക് അത്ര സ്നേഹത്തോടെ ഒരാളെ നോക്കാൻ കഴിയില്ല. പാർവതിയുടെ നാട്ടിലേക്ക് പോകുമ്പോ വാനിൽ വെച്ച് മാഡം ഒരു പാട്ട് പാടിയില്ലേ? ആ പാട്ടില് വല്ലാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു. അകന്നു പോയ മകനെയോ മകളെയോ ഓർത്ത് ഒരമ്മ പാടുന്ന പോലെയാ അത് കേട്ടപ്പോ എനിക്ക് തോന്നിയത്. ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ടോ മാഡത്തിന്? മകനോ മകളോ? തുറന്നു പറയാൻ മടിച്ച് മനസ്സിൽ അടക്കി വെച്ച സങ്കടങ്ങൾ, ഇഷ്യൂസ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മാഡത്തിന്? ഇതൊന്നും ഞാൻ ചോദിക്കാൻ പാടില്ലെന്ന് എനിക്കറിയാം. പക്ഷേ മാഡം എന്നെ നോക്കുമ്പോ ആ കണ്ണുകളില് സ്വന്തം മകനെ നോക്കുന്നത് പോലെ ഒരു വാത്സല്യം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അമ്മയോട് എന്ന പോലെ ഒരു അടുപ്പം എനിക്ക് മാഡത്തോടും തോന്നുന്നുണ്ട്. എനിക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കാൻ തിടുക്കത്തി പോകുമ്പോ, കുഞ്ഞു വിശന്ന് കരയുമ്പോ അമ്മമാരുടെ മനസ്സിൽ ഒരു ആദ്യം ഉണ്ടാവില്ലേ? അതാ ഞാൻ മാഡത്തിൽ കണ്ടത്. അമ്മയുടെ സങ്കടങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരു മകന്റെ മനസ്സോടെ ഞാൻ മാഡത്തിന്റെ ഫാമിലിയെ കുറിച്ച് ചോദിച്ച. മാഡത്തിന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. പാറു പറഞ്ഞത് സത്യ കൈലാഷ്. എനിക്ക് ഫാമിലി ഇല്ല, എനിക്ക് ആരുമില്ല. മാഡത്തിന് ആരുമില്ലെന്ന് ആരാ പറഞ്ഞത്? ഞാനില്ല മാഡത്തിന്. ഞാനുണ്ട്, എന്നുണ്ടാവും. അതുകൊണ്ട് ആരും ഇല്ല എന്നുള്ള ചിന്ത മാഡം മനസ്സിൽ നിന്ന് എടുത്ത് കളയണം. പക്ഷേ മാഡം എനിക്കൊരു ഫേവർ ചെയ്യണം. നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? പറ, ഞാൻ എന്താ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? നല്ല ഫുഡ് കഴിക്കാൻ തോന്നുമ്പോ ഞാൻ ഇങ്ങോട്ട് ഓടി വരും. നേരവും കാലവും ഒന്നും നോക്കാതെ ഓടി വരും. മാഡം ഇതുപോലെ നല്ല ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കി തരാം. ഡീൽ? ഓക്കേ, കഴിക്ക്. ആകാശങ്ങളിലൂടെ സ്വപ്നമേകും മാണിക്യമഞ്ജലിലായി ദൂരെ ദൂരെ സ്നേഹം പൂവിടും തീരം കാണുവാൻ പോയിടണം. ആരാരോ അതന്നെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷമല്ലേ നീ ഇന്ന് കമ്പനിയിൽ പോയത്? അവിടുത്തെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാ? വിശേഷങ്ങളേ ഉള്ളൂ. എന്തു പറ്റിയടി? കൈലാഷ് സാറ് ഞങ്ങളുടെ കൂടെ അവിടെ ആയിരുന്നില്ലേ? കൈലാഷ് സാർ കമ്പനിയിൽ ഇല്ലാത്തത് കൊണ്ട് കമ്പനിക്ക് വലിയ നഷ്ടം ഉണ്ടായി. എത്ര രൂപയുടെ നഷ്ടമെന്നറിയോ? 1 കോടി രൂപയുടെ. 1 കോടി രൂപയുടെ നഷ്ടോ? അതുകൊണ്ട് PKR സാറിന് കൈലാഷ് സാറിനോട് ഇപ്പൊ ദേഷ്യം. കമ്പനിയുടെ ഒരു കാര്യത്തിലും ഇടപെടാൻ പാടില്ലെന്നാ PKR സാർ കൈലാഷ് സാറിനോട് പറഞ്ഞിരിക്കുന്നത്. അതിന് നിനക്കെന്താ? കമ്പനി കാര്യത്തിൽ കൈലാഷ് സാർ ഇടപെട്ടാലും ഇടപെട്ടില്ലെങ്കിലും നിനക്ക് ശമ്പളം കിട്ടില്ലേ? നീ അത് നോക്കിയാ പോരെ. വലിയ വലിയ കാര്യങ്ങൾ ആലോചിച്ച് നീ എന്തിനാ മനസ്സ് വിഷമിപ്പിക്കുന്നേ? അതല്ലടി, കൈലാഷ് സാർ വഴക്ക് പറയുന്ന പേടിച്ച് കുറച്ചു ദിവസമായിട്ട് കരുനാഗ അടങ്ങിയിരിക്കായിരുന്നു. പഴയതുപോലെ എല്ലാ കാര്യങ്ങളും PKR സാറ് അയാളെ തന്നെ ഏൽപ്പിച്ചു. അതോടെ അയാള് വീണ്ടും പഴയതുപോലെയായി. അതിന്റെ പേരില് അയാളും പ്രിയൻ ചേട്ടനും വലിയ വഴക്കായി.
വലിയൊരു ക്രിമിനലായ നന്ദൻ ഈ കമ്പനിയിൽ കയറിപ്പറ്റിയത് കരുണാകരൻ സാറിന്റെയും മുക്ത മേഡത്തിന്റെയും വലിയൊരു വീഴ്ചയായിട്ടാ കൈലാഷ് സാർ കാണുന്നത്. ഇനി അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലായിട്ട് കൈലാഷ് സാറ് എനിക്ക് ചില അധികാരങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇനി ആരെ ജോലിക്കെടുക്കുമ്പോഴും ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുമ്പോഴും എല്ലാം എന്നോട് പറയണം.